പണ്ടു പണ്ട് ഒരു ഗ്രാമത്തിൽ 4 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. 4 പേരും അന്ധന്മാരായിരുന്നു. ഒരു ദിവസം രാവിലെ അവർ 4 പേരും കൂടി ഒരു കവലയിൽ സംസാരിച്ചിരിക്കുകയായിരുന്നു. ഒരു വലിയ ബഹളം കേട്ട് ആ വശത്തേക്ക് അവർ ശ്രദ്ധിച്ചു. ഗ്രാമത്തിൽ ആന വന്നിരിക്കുന്നു എന്ന് ആരോ വിളിച്ചു പറയുന്നത് അവർ കേട്ടു. അത് കേട്ട് 4 പേർക്കും കൗതുകം തോന്നി. അതിൽ ഒരാൾ ചോദിച്ചു, എന്താണ് ആന? മറ്റൊരാൾ ചോദിച്ചു, എങ്ങനെയാണ് ആന? അങ്ങനെ അവർ പരസ്പരം ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി. അതിനുശേഷം അവർ പരസ്പരം പറഞ്ഞു, എങ്ങനെയാണ് ആന എന്ന് അവർക്ക് ആർക്കും അറിയില്ല. അന്ന് വരെ അവർ ആനയെ കണ്ടിട്ടുമില്ലല്ലോ. അവരിൽ മറ്റൊരാൾ പറഞ്ഞു, നമുക്ക് പോയി ആനയെ തൊട്ടുനോക്കി അറിഞ്ഞാലോ. 4 പേരും അവരുടെ വടി കയ്യിലെടുത്ത് തട്ടി പതുക്കെ ആൾക്കൂട്ടത്തിന് പുറകെ ആനയുടെ അടുത്തേക്ക് പുറപ്പെട്ടു. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, അല്ലേ? അങ്ങനെ അവർ നടന്ന് ആനയെ കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് എത്തി. കുട്ടികളൊക്കെ ആനയുടെ അടുത്തും ആനപ്പുറത്തും ഒക്കെ കയറി കളിക്കുന്നുണ്ട്. ഈ 4 കൂട്ടുകാരും ആ ശബ്ദമൊക്കെ കേട്ട് ആനയുടെ അടുത്ത് കൗതുകത്തോടെ നിന്നു. ഇത് കണ്ടോണ്ട് നിന്ന ആനക്കാരൻ അവരുടെ അടുത്ത് വന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് കാണാൻ പറ്റാത്തോണ്ട് വിഷമിക്കണ്ട, നിങ്ങൾ തൊട്ടു നോക്കിക്കോ. അവർ ഓരോരുത്തരായും ആനയെ തൊട്ടു നോക്കാൻ തുടങ്ങി. ഒന്നാമത്തെ ആൾ പോയി ആനയുടെ കാലിലാണ് തൊട്ടു നോക്കിയത്. തടവിയൊക്കെ നോക്കിയിട്ട് അയാൾ വിളിച്ചു പറഞ്ഞു, ഇതൊരു വലിയ മരത്തടിയാണ്. രണ്ടാമത്തെ ആളോ തൊട്ടു നോക്കിയത് ആനയുടെ വയറിലാണ്. ആനയുടെ വലിയ വയറ് തപ്പി നോക്കിയിട്ട് അയാൾ വിളിച്ചു പറഞ്ഞു, ഇതൊരു മതിലാണ്. മൂന്നാമത്തെ ആളോ ആനയുടെ തുമ്പിക്കൈയിലാണ് തൊട്ടു നോക്കിയത്. അയാൾ വിളിച്ചു പറഞ്ഞു, ഇതൊരു ജീവനുള്ള പാമ്പാണ്. എന്നിട്ട് അയാൾ പേടിച്ചു കൈവലിച്ചു. നാലാമത്തെ ആളോ തൊട്ടു നോക്കിയത് ആനയുടെ വാലിലാണ്. അയാൾക്കതൊരു ചൂലാണ് എന്നാണ് തോന്നിയത്. അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇതൊരു ചൂലാണ്. അവർ 4 പേരും അവർ പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞ് തർക്കിക്കുന്നു. അപ്പോൾ ഒരു ആനക്കാരൻ അവരുടെ അടുത്തേക്ക് വന്നു പറഞ്ഞു, നിങ്ങൾ എല്ലാവരും പറഞ്ഞത് ശരിയാണ്. ആനക്കാരൻ അവരോട് ആനയുടെ മറ്റു ഭാഗങ്ങൾ കൂടി തൊട്ടു നോക്കാൻ പറയുന്നു. അവർ ഓരോരുത്തരും ആനയുടെ മറ്റു ഭാഗങ്ങൾ കൂടി തൊട്ടു നോക്കുന്നു. ചെവിയിൽ തൊട്ടയാൾ ആന മുറം പോലെയാണെന്ന് പറയുന്നു. കൊമ്പിൽ തൊട്ടയാൾ ആന വാളുപോലെയാണെന്ന് പറയുന്നു. അങ്ങനെ ഓരോ ഭാഗങ്ങൾ തൊട്ടു നോക്കിയപ്പോ അവർക്കൊരു കാര്യം മനസ്സിലായി. അവർ തൊട്ടു നോക്കിയത് ഒരു വലിയ ജീവിയുടെ ചില ഭാഗങ്ങൾ മാത്രമാണ്. അവർ 4 പേരും വട്ടത്തിലിരുന്ന് അവർ ഓരോരുത്തരും തൊട്ട കാര്യങ്ങൾ വിവരിച്ച് അത് ഒരുമിച്ച് ചേർക്കാൻ ശ്രമിച്ചു. അപ്പോ അതുവഴി വന്ന ഒരു അപ്പൂപ്പൻ അവരെ ശ്രദ്ധിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, പരസ്പരം കേൾക്കുമ്പോൾ മാത്രമേ നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയൂ. പലരും കാര്യങ്ങളെ മനസ്സിലാക്കുന്നത് പല രീതിയിലാണ്. വ്യത്യസ്ത അനുഭവങ്ങളുടെ സൗന്ദര്യവും സത്യവും മനസ്സിലാക്കിയ സുഹൃത്തുക്കൾ ആനക്കാരനും അപ്പൂപ്പനും നന്ദി പറഞ്ഞു പതുക്കെ നടന്നുപോയി.